വന്യജീവി സംഘർഷങ്ങൾ വളരെ രൂക്ഷാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വയനാട്ടിലെത്തുന്നത്. വന്യജീവി ആക്രമണങ്ങളിൽ തുടർച്ചയായി മരണങ്ങൾ ഉണ്ടായതോടെ വയനാട്ടുകാരുടെ പ്രതിഷേധത്തിന്റെ ചൂട് എല്ലാവരും അറിഞ്ഞതാണ്. അതിനാൽ ഈ ദുരിതക്കയങ്ങൾക്ക് പരിഹാരം തേടിയാകും വയനാട്ടുകാർ പോളിംഗ് ബൂത്തിലെത്തുക. 2009 ആദ്യ തിരഞ്ഞെടുപ്പിൽ MI ഷാനവാസ് നേടിയ 1,53,439 വോട്ടിന്റെ വമ്പൻ ഭൂരിപക്ഷം അക്കാലത്തെ റെക്കോർഡായിരുന്നു. അദ്ദേഹത്തിന് ആകെ ലഭിച്ച വോട്ടുകൾ 4,10,703, 49.8%. അത്തവണത്തെ NCP സ്ഥാനാർത്ഥിയായി എത്തിയ മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ 12.1%, CPIയുടെ അഡ്വക്കേറ്റ് M റഹ്മത്തുള്ള 31.2%, BJPയുടെ C വാസുദേവൻ 3.8% എന്നിങ്ങനെ വോട്ട് നേടി. UDFന്റെ ഉറച്ച കോട്ടയെന്ന വിശേഷണം അപ്പോൾ തന്നെ വയനാട് നേടി. ഈ വിശേഷണത്തിന് അടിവരയിട്ടുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിലും ഷാനവാസ് തന്നെ വയനാട് പിടിച്ചു. എന്നാൽ ആദ്യ തിരഞ്ഞെടുപ്പ് പോലെ എളുപ്പമായിരുന്നില്ല UDFന് രണ്ടാം തവണ. 2014 സ്വതന്ത്ര സ്ഥാനാർത്ഥികളടക്കം വിവിധ പാർട്ടികളിൽ നിന്നായി 15 സ്ഥാനാർത്ഥികൾ വയനാട്ടിൽ കളത്തിലിറങ്ങി. വയനാട്ടുകാർ തന്നെ കൈവിടില്ലെന്ന് വിശ്വസിച്ചിറങ്ങിയ ഷാനവാസിനെ അമ്പരപ്പിക്കുന്നതായിരുന്നു അക്കൊല്ലത്തെ തിരഞ്ഞെടുപ്പ് ഫലം. ഭൂരിപക്ഷം 20,870 വോട്ടായി കുത്തനെ കുറഞ്ഞു. 41.20% വോട്ട് നേടിയാണ് ഷാനവാസ് ആ വർഷം വിജയിച്ചത്. 38.9% വോട്ട് നേടി CPI സ്ഥാനാർത്ഥി സത്യൻ മൊകേരി ശക്തമായ മത്സരം കാഴ്ചവെച്ചു. 8.83% വോട്ട് മാത്രമാണ് BJP സ്ഥാനാർത്ഥി PR രശ്മിൽനാഥ് നേടിയത്. 2018 രോഗബാധിതനായി മരിക്കുന്നതുവരെ MI ഷാനവാസ് വയനാട് മണ്ഡലത്തിന്റെ MP ആയി തുടർന്നു. വയനാടിന്റെ തലവര മാറിയ വർഷമായിരുന്നു 2019. അന്ന് പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസ് ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തി. വിദൂര സാധ്യതയായി പോലും തിരഞ്ഞെടുപ്പ് വിദഗ്ധർ കോൺഗ്രസിന്റെ അത്തരമൊരു നീക്കം പ്രവചിച്ചിരുന്നില്ല. 2019 രാഹുൽ ഗാന്ധിക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളടക്കം വിവിധ പാർട്ടികളിൽ നിന്നായി 20 പേരാണ് വയനാട്ടിൽ മത്സരിച്ചത്. പരമ്പരാഗത കോൺഗ്രസ് കോട്ടയായ വയനാട്ടിൽ രാഹുൽ തന്നെ വിജയിക്കുമെന്ന ഉറപ്പുണ്ടായിരുന്നെങ്കിലും സംസ്ഥാനത്തെ ആകെ ഞെട്ടിക്കുന്നതായിരുന്നു അക്കൊല്ലത്തെ തിരഞ്ഞെടുപ്പ് ഫലം. കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം പേരിലാക്കിയിരുന്ന അഹമ്മദിനെ ബഹുദൂരം പിന്നിലാക്കി 2019 രാഹുൽ തരംഗം ആഞ്ഞടിച്ചു. 47% വോട്ട് എണ്ണിയതോടെ തന്നെ രാഹുൽ ഗാന്ധി ലീഡ് 2 ലക്ഷം കടത്തി. വയനാട്ടുകാർ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചത് 4 ലക്ഷം എന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ്. ആകെ 64.7% വോട്ടാണ് വയനാട്ടിൽ കോൺഗ്രസ് നേടിയത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി PP സുനീർ 25.24% വോട്ട് മാത്രം നേടിയപ്പോൾ NDAയുടെ തുഷാർ വെള്ളാപ്പള്ളി 7.25% വോട്ടുകളുമായി അലയൊലികളൊന്നും സൃഷ്ടിക്കാതെ കടന്നുപോയി.